ഇറാനെ സമ്മർദ്ദത്തിലാക്കി സമാധാന കരാറിൽ എത്തിക്കാൻ ആക്രമണം കടുപ്പിച്ച് അമേരിക്ക. ഇറാന് ഉള്ളിലെ ഏറ്റവും നീളം കൂടിയ പാലം തകർത്തു. അവശേഷിക്കുന്ന എല്ലാം നശിപ്പിക്കുമെന്നും ഇന്ന് പാലം ആണെങ്കിൽ നാളെ ഊർജ്ജ നിലയങ്ങൾ തകർക്കുമെന്നും ട്രംപ് ട്രൂത്ത് സോഷ്യലിൽ ഭീഷണി മുഴക്കിയിട്ടുണ്ട്. ഇറാനിലെ പുതിയ ഭരണകൂടം ഉടൻ അമേരിക്കയുമായി ധാരണയിൽ എത്തണമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകുകയാണ്. وقتی نزدیک میزنه اینجوریه صدا. ഇതിനിടെ പശ്ചിമേഷ്യയിലെ ഇറാന്റെ പ്രത്യാക്രമണവും രൂക്ഷമാണ്. കുവൈറ്റിലെ എണ്ണ ശുദ്ധീകരണശാല ഇറാൻ ആക്രമിച്ചു. പ്രദേശത്ത് വൻ തീപിടുത്തമുണ്ടായി. ബഹ്റൈനിലെ ആമസോൺ ഡേറ്റാ സെന്ററും തകർത്തിട്ടുണ്ട്. ഒരു F-35 വിമാനം വെടിവെച്ചിട്ടു എന്നാണ് IRGC അവകാശപ്പെടുന്നത്. ഇതിനിടെ ഹോർമോസ് കടലിടുക്ക് ഉടൻ തുറക്കണമെന്നാവശ്യപ്പെട്ട ബഹ്റൈൻ സമർപ്പിച്ച പ്രമേയത്തിലെ വോട്ടെടുപ്പ് നാളത്തേക്ക് മാറ്റിവെച്ചു. ഇപ്പോൾ അജയ് സുധാ ബിജു ആണ് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നത്. അജയ്, ആദ്യം ഈ പ്രത്യാക്രമണത്തിന്റെ തീവ്രത ഇപ്പോഴും കുറഞ്ഞിട്ടില്ല എന്നല്ലേ മനസ്സിലാക്കേണ്ടത്? തീർച്ചയായിട്ടും ഇപ്പോഴും ആക്രമണം അത് വളരെ രൂക്ഷമായി തന്നെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് US ഇറാനുള്ളിൽ നടത്തുന്ന ആക്രമണങ്ങൾ, ഇറാനുള്ളിൽ ഇത്തരത്തിൽ ആക്രമണങ്ങൾ അത് വ്യാപകമാക്കിക്കൊണ്ട് ഇറാനെ ഒരു കരാറിലേക്ക് എത്തിച്ചേരാൻ വേണ്ടി സമ്മർദ്ദം ചെലുത്തുക, അതാണ് US ഇപ്പോൾ നിലവിൽ എടുത്തിരിക്കുന്ന തന്ത്രമെന്ന് നമുക്ക് ഇതിലൂടെ മനസ്സിലാകും. കാര്യം ട്രംപ് ഇന്നലെ ഇന്ത്യൻ സമയം അർദ്ധരാത്രിയോടെ പോസ്റ്റ് ചെയ്ത വീഡിയോയിലാണ് ഇറാനുള്ളിലെ ഏറ്റവും നീളം കൂടിയ B1 പാലം തകർക്കുന്നതിന്റെ ദൃശ്യങ്ങൾ അദ്ദേഹം പങ്കുവച്ചിരുന്നത്. ഇതിന് പിന്നാലെ തന്നെ അദ്ദേഹം ഇന്ന് വീണ്ടും ഒരു ഭീഷണി ഇറാന് നേരെ ഉന്നയിക്കുകയുണ്ടായി. അതായത് ഇറാൻ നേതാക്കൾ എത്രയും വേഗം US-മായി ഒരു ധാരണയിലെത്തണം, അല്ലാത്ത പക്ഷം ഇന്ന് പാലങ്ങളാണെങ്കിൽ നാളെ ഇറാനുള്ളിലെ പവർ പ്ലാന്റുകൾ തങ്ങൾ ആക്രമിച്ച് തകർക്കുമെന്നും ട്രംപ് ഭീഷണി മുഴക്കുന്നുണ്ട്. അതുപോലെ ഇറാനുള്ളിൽ ഇപ്പോൾ നിലവിൽ അവശേഷിക്കുന്ന ഒന്നും ബാക്കി വെക്കില്ല. US സേന നിലവിൽ ആക്രമണം തുടങ്ങിയിട്ടില്ല, അത് തുടങ്ങാനിരിക്കുന്നതേ ഉള്ളൂ. തങ്ങൾ ലോകത്തിലെ ഏറ്റവും ശക്തരായിട്ടുള്ള സേനയാണെന്നുള്ള അവകാശവാദവും ട്രംപ് ഈ ട്രൂത്ത് സോഷ്യൽ പോസ്റ്റിലൂടെ പങ്കുവെക്കുന്നുണ്ട്. ഇത്തരത്തിൽ ആക്രമണം കഴിപ്പിച്ച് ഒരു കരാറിലെത്തിക്കാനുള്ള സമ്മർദ്ദ നീക്കമാണ് അമേരിക്കയുടെ ഭാഗത്തു നിന്ന് നമുക്ക് കാണാനാകും. അതുമാത്രമല്ല, ഇറാനുള്ളിലെ ഒരു പഴക്കമുള്ള ഒരു റിസർച്ച് ഫെസിലിറ്റി മെഡിക്കൽ സെന്റർ കൂടി US ആക്രമണത്തിൽ തകർന്നിട്ടുണ്ട്. ഒരു സ്റ്റീൽ പ്ലാന്റ് ആക്രമണത്തിൽ തകർന്നെന്നും വിവരമുണ്ട്. ഇതുപോലെ ഇറാന്റെ പ്രത്യാക്രമണം, ഇതിനെല്ലാം മറുപടിയായിട്ട് ഇറാന്റെ തിരിച്ചുള്ള ആക്രമണം അതുകൂടി ഇപ്പോൾ നിലവിൽ രൂക്ഷമായിട്ടുണ്ട്. ഇപ്പോൾ ഏറ്റവും പുതുതായിട്ട് പുറത്തു വരുന്ന വിവരം കുവൈറ്റിലെ ഒരു ഓയിൽ റിഫൈനറിയിൽ ഇറാൻ ആക്രമണം നടത്തി എന്നതാണ്. ഈ റിഫൈനറിയിൽ വലിയ തീപിടുത്തം ഉൾപ്പെടെ ഉണ്ടായി. എന്നാൽ ഈ സംഭവത്തിൽ മറ്റ് പരിക്കുകളോ അല്ലെങ്കിൽ മറ്റ് അനിഷ്ട സംഭവങ്ങളൊന്നും നിലവിൽ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അതുപോലെ തന്നെ ഈ ബഹ്റൈനിലുള്ള ആമസോണിന്റെ ഡേറ്റാ സെന്ററിലും ഇറാൻ ആക്രമണം നടത്തിയിട്ടുണ്ട്. ഇത് മേഖലയിലുള്ള രഹസ്യങ്ങൾ ചോർത്തി US-ന് നൽകുന്നു എന്നാരോപിച്ചാണ് ഈ ഡേറ്റാ സെന്ററിലേക്ക് ആക്രമണം നടത്തുന്നത്. ഈ ഡേറ്റാ സെന്ററിനും കാര്യമായിട്ടുള്ള നാശനഷ്ടങ്ങൾ ഉൾപ്പെടെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ബഹ്റൈൻ ഇക്കാര്യത്തെ ഔദ്യോഗികമായി തന്നെ അപലപിച്ചിട്ടുമുണ്ട്. അതുപോലെ അമേരിക്കയുടെ ഒരു F-35 വിമാനം നിലവിൽ വെടിവെച്ചിട്ടു എന്നതാണ് ഇറാന്റെ ഒരു അവകാശവാദം എന്ന് പറയുന്നത്. IRGC അവരുടെ ടെലഗ്രാം ചാനൽ വഴിയാണ് ഇത്തരം ഒരു പ്രസ്താവന പുറത്തുവിട്ടിരിക്കുന്നത്. അതുപോലെ മാർച്ച് 1-ന് സൗദി അറേബ്യയിലെ US ബേസിൽ നടന്നിട്ടുള്ള ആക്രമണത്തിന്റെ ചില സാറ്റലൈറ്റ് ദൃശ്യങ്ങൾ കൂടി ഇറാൻ പുറത്തുവിട്ടിട്ടുണ്ട്. അതാണ് ഇപ്പോൾ നമുക്ക് സ്ക്രീനിൽ കാണാനാകുന്നത്. ഈ ആക്രമണത്തിൽ അമേരിക്കയുടെ റഡാർ സംവിധാനങ്ങൾ ഉൾപ്പെടെ തകർന്നതായിട്ടാണ് ഇറാൻ പങ്കുവയ്ക്കുന്ന ഒരു വിവരമെന്ന് പറയുന്നത്. അതുപോലെ ഇപ്പോൾ ഇറാനെതിരെയും അതുപോലെ ഹോർമുസ് കടലിടുക്ക് തുറക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ബഹ്റൈൻ UN-ൽ ഒരു പ്രമേയം കൊണ്ടുവന്നിട്ടുണ്ട്. GCC രാജ്യങ്ങളുടെ പിന്തുണയോടെയാണ് ഇത്തരമൊരു പ്രമേയം UN-ൽ ബഹ്റൈൻ അവതരിപ്പിച്ചത്. ഈയൊരു പ്രമേയത്തിൽ നാളെ വോട്ടെടുപ്പ് ഉണ്ടാകും എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഇന്ന് വോട്ടെടുപ്പ് നടക്കാനിരിക്കുകയായിരുന്നു, എന്നാൽ ഇത് പിന്നീട് നാളത്തേക്ക് മാറ്റിവെക്കുകയായിരുന്നു. ഈ ഹോർമുസ് കടലിടുക്ക് വഴി സുഗമമായിട്ടുള്ള ഗതാഗതത്തിന് ഓരോ രാജ്യങ്ങൾക്കും അവരുടേതായിട്ടുള്ള പ്രതിരോധ സംവിധാനങ്ങൾ ഒരുക്കാനായി അന്താരാഷ്ട്ര നിയമങ്ങൾ അനുവദിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഇത്തരമൊരു പ്രമേയം അവതരിപ്പിച്ചത്. അതുപോലെ തന്നെ ഈ ഒരു
പശ്ചിമേഷ്യയിൽ നടക്കുന്ന ആക്രമണങ്ങൾക്കെതിരെയും അതുപോലെ ഹോർമുസ് കടലെടുക്ക് വിഷയത്തിലും ബ്രിട്ടന്റെ നേതൃത്വത്തിൽ ഒരു 40 രാജ്യങ്ങൾ യോഗം ചേർന്നിരുന്നു. ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഈ യോഗത്തിൽ ഉണ്ടായിരുന്നു. ഇന്ത്യയുടെ വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രയാണ് ഈ യോഗത്തിൽ പങ്കെടുത്തത്. ഈ യോഗവും ഹോർമുസ് കടലെടുക്ക് ഉടൻ തുറക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പ്രമേയം പാസാക്കിയിട്ടുണ്ട്. ഇന്ത്യയുടെ നിലപാട് കൂടി ഉൾപ്പെടുത്തിയിട്ടാണ് ഇത്തരമൊരു പ്രമേയം പാസാക്കിയത്. എന്നാൽ എന്തെങ്കിലും തരത്തിലുള്ള സൈനിക നീക്കം മേഖലയിൽ നടത്താൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഇന്ത്യ അതിൽ പങ്കാളിയാകില്ല എന്നും ഇന്ത്യയുടെ ഭാഗത്തു നിന്നുള്ള നിലപാട് വിക്രം മിശ്ര അറിയിച്ചിട്ടുണ്ട്. യെസ്, അതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് ഈ സമാധാന ചർച്ചകളുടെ ശ്രമത്തിനിടയിലായിരുന്നു ഇന്നലെ ട്രംപിൻ്റെ ഭാഗത്ത് നിന്ന്, കഴിഞ്ഞ ദിവസം ട്രംപിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായ പ്രതികരണം. അത് ആഴ്ചകളോളം യുദ്ധം നീളും എന്നുള്ളതാണ്. ഇപ്പോൾ ഈ ദൈർഘ്യമേറിയ പാലമടക്കം തകർക്കുന്നു, അതിന് പകരമായി എണ്ണ നിലയങ്ങളിലേക്ക് പ്രത്യാക്രമണം നടത്തുന്നു. അതായത് അമേരിക്ക ഇനി ലക്ഷ്യം വെക്കുന്നത് ഇത്തരം പദ്ധതികളെ കൂടിയാണ് എന്നതല്ലേ നമുക്ക് മനസ്സിലാക്കേണ്ടത്. ഒരുപക്ഷെ ജനവാസ കേന്ദ്രങ്ങളിലെ ജീവിതം ദുരിതത്തിലാക്കുക, വൻകിട പദ്ധതികൾ ഇല്ലാതാക്കുക, അത്തരം ചില നീക്കങ്ങൾ അമേരിക്ക നടത്തുന്നു എന്നല്ലേ ഈ ആക്രമണത്തിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. തീർച്ചയായിട്ടും ട്രംപ് ഇന്നലെ നടത്തിയിട്ടുള്ള പരാമർശം തന്നെ അതിന് ഉദാഹരണമാണ്. ട്രംപ് ഇന്നലെ മുഴക്കിയിട്ടുള്ള മാധ്യമങ്ങളെ കണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞ ഭീഷണികളിൽ ഏറ്റവും വലുത് ഇറാനെ ശിലായുഗത്തിന് സമാനമായിട്ടുള്ള അവസ്ഥയിലേക്ക് തങ്ങൾ എത്തിക്കുമെന്നാണ്. ഏതാണ്ട് അതേ ഒരു കാര്യം മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് ഇപ്പോൾ അത്തരത്തിൽ ജനങ്ങൾക്ക് സൗകര്യപ്രദമായിട്ടുള്ള എല്ലാ ആക്രമിക്കുന്ന നിലപാട് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്. റെഡ് ക്രസന്റ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരു കണക്ക് പ്രകാരം ഏതാണ്ട് 100,000-ത്തിലധികം വീടുകളാണ് ഇറാനുള്ളിൽ ആക്രമിക്കപ്പെട്ടതെന്നാണ് വിവരമുള്ളത്. ഈ പാലത്തിന്റെ ആക്രമണം തന്നെ നോക്കുകയാണെങ്കിൽ ഈ B1 പാലത്തിലേക്ക് ആദ്യം ഒരു ആക്രമണം ഉണ്ടാകുന്നു. മൊത്തം 2 ആക്രമണമാണ് ഉണ്ടായത്. ആദ്യഘട്ടത്തിൽ ആക്രമണം നടന്നപ്പോൾ അവിടെ ഏതാനും പേർ കൊല്ലപ്പെടുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ഒക്കെ ചെയ്തിരുന്നു. അതിനുശേഷം മേഖലയിലേക്ക് കൂടുതൽ രക്ഷാപ്രവർത്തകർ ഉൾപ്പെടെ എത്തിച്ചേർന്നു. ഈ ഘട്ടത്തിലാണ് രണ്ടാമത്തെ ആക്രമണം US നടത്തുന്നത്. അപ്പോൾ അത് കാരണം വലിയ രീതിയിൽ തന്നെ പരിക്കേറ്റവരുടെ എണ്ണം ഉൾപ്പെടെ ഉയരുന്ന ഒരു അവസ്ഥയുണ്ടായിട്ടുണ്ട്. നിലവിൽ 95 പേർക്ക് പരിക്കേറ്റതായിട്ടാണ് വിവരമുള്ളത്. 8 പേരുടെ മരണമാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത്തരത്തിൽ കടുത്ത ആക്രമണം തന്നെ മേഖലയിൽ നടത്തുന്നു. അതുപോലെ ഒരു മെഡിക്കൽ റിസർച്ച് സെന്ററിൽ നടത്തിയിട്ടുള്ള ആക്രമണം, ഈ ഒരു റിസർച്ച് സെന്റർ എന്ന് പറയുന്നത് ഏതാണ്ട് 100 വർഷത്തോളം പഴക്കമുള്ള സെന്ററാണ് ഇറാനിൽ ആക്രമിക്കപ്പെട്ടത്. കടുത്ത രീതിയിൽ തന്നെ ഇറാൻ ഈ വിഷയത്തിൽ പ്രതിഷേധവും അറിയിച്ചിട്ടുണ്ട്. യെസ്, എന്തായാലും ആ യുദ്ധം അവസാനിക്കുന്നില്ല, യുദ്ധം തുടരുന്നു. സൈനിക താവളങ്ങളും ഒക്കെ ആയിരുന്നു ഇതുവരെ പരസ്പരം ആക്രമിച്ചുകൊണ്ടിരുന്നത് എങ്കിൽ ആ സ്വഭാവം മാറുന്നു. ജനവാസ മേഖലകളിലേക്ക് ഇനി ആക്രമണം കടുപ്പിക്കാനാണോ ഇരു വിഭാഗങ്ങളും തയ്യാറെടുക്കുന്നത് എന്നതാണ് ആശങ്ക വർദ്ധിപ്പിക്കുന്നത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.